വെൽക്കം ടു ജുലീനാസ് കിച്ചൺ. എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഗോലി ബജ്ജിയാണ്. അത് നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് നോക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളതും എന്നാൽ വളരെ സിമ്പിളായി തയ്യാറാക്കാൻ പറ്റുന്നതുമായ ഒന്നാണ് ഗോലി ബജ്ജി. അപ്പോൾ നമുക്കിനി അതിനു വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം ഒരു ബൗളിലേക്ക് 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് 2 ചെറിയ പച്ചമുളക് അരിഞ്ഞതിട്ട് കൊടുക്കാം. ഇനി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞതിട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ കറിവേപ്പില അരിഞ്ഞതിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് അല്പം മല്ലിയില അരിഞ്ഞതും ഇടാം. മല്ലിയില ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനി ഒരു അല്പം കായം ഇട്ട് കൊടുക്കാം. കായത്തിൻ്റെ പൊടിയാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇടാം. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 കപ്പ് തൈര് കൂടെ ചേർത്ത് കൊടുക്കാം. അധികം പുളിയില്ലാത്ത തൈര് വേണം കേട്ടോ എടുക്കാനായിട്ട്. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് അല്പമായി വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടെ നന്നായി മിക്സ് ചെയ്യാം. വെള്ളം അധികമായി പോകരുത് കേട്ടോ. ഇപ്പോൾ ഞാൻ ഇത് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ പാകം കേട്ടോ. ഇനി നമുക്കൊരു 1/2 മണിക്കൂർ ഇത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അതിനുശേഷം നമുക്ക് ഗോലി ബജ്ജി തയ്യാറാക്കാം. ഇപ്പോൾ 1/2 മണിക്കൂർ കഴിഞ്ഞു. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. കണ്ടോ, ഇതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി. ഇപ്പോൾ ഞാൻ ഒരു കടായിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് നന്നായി ചൂടാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്നും അല്പമായി മാവെടുത്ത് ഓയിലിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ല ബോള് പോലെ പൊങ്ങി വരും കേട്ടോ. നമ്മൾ ഇട്ട ഉടനെ തന്നെ ഇത് പൊങ്ങി വരാൻ തുടങ്ങും. കണ്ടോ, നമ്മൾ എങ്ങനെ ഇട്ട് കൊടുത്താലും ഇത് നല്ല ബോള് പോലെ പൊങ്ങി വരും. ഇത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇതിപ്പോൾ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി നമുക്കിത് എടുത്തു മാറ്റാം. ബാക്കിയുള്ള മാവും ഞാൻ അതേപോലെ ഇട്ടിട്ടുണ്ട്. നമുക്കിതും ഗോൾഡൻ ബ്രൗൺ ആവുമ്പോൾ എടുത്തു മാറ്റാം. അങ്ങനെ നമ്മുടെ വളരെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഗോലി ബജ്ജി ഇവിടെ റെഡിയായി കഴിഞ്ഞു. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണം കേട്ടോ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഗോലി ബജ്ജി ഇവിടെ തയ്യാറായിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. ഇതിൻ്റെ കൂടെ കോമ്പിനേഷനായിട്ട് ഉള്ളത് തേങ്ങാ ചട്നിയാണ്. അപ്പോൾ അത് കൂട്ടിയിട്ടാണ് ഇത് കഴിക്കേണ്ടത്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.